Good morning. Okay, നിങ്ങൾക്ക് ആതിര മിസ് ആയിരുന്നു അല്ലേ? മിസ് ലീവാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കയറിയതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്റെ ഒരു ക്ലാസ് അതിലെ മിസ് കയറിക്കോളും. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എവിടെ വരെയാ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇതിനകത്ത് വന്നത് അതെ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? എനിക്ക് ചിലപ്പോൾ പകുതി എത്തുമ്പോൾ പറയും മിസ്സേ സ്ക്രീൻ കാണുള്ളതാണ്, അതാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിനേക്കായി മുന്നേ ഞാൻ ചോദിക്കണം ഓക്കെ അല്ലേ, കാണുന്നില്ലേന്ന്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. PPE അറിയാലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ലോങ് സ്ലീവ്ഡ് ലാപ്പേഴ്സ്, ലോങ് പാൻസ്, കവേർഡ് ടോ ഷൂസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ്. അത്രയും നോക്കി വെക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡ്യൂട്ടിയാണ് നമുക്ക് പഠിക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്, ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണ്, പിന്നെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അങ്ങനെ രണ്ട് ഡ്യൂട്ടീസേ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ. ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ നോക്കിയേ, make sure that the staff in their charge receive appropriate training specific to the compressed gases they handle and use. എന്താ പറഞ്ഞേക്കുന്നത്? ഈ കംപ്രസ്ഡ് ഗ്യാസസിന്റെ കൈകാര്യവും ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റാഫിനും അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അല്ലെ എന്നത് ഉറപ്പുവരുത്തണം. അത് ആരാണ്? സൂപ്പർവൈസറാണ്. അതായത് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് റിസീവ്, അവര് സ്വീകരിച്ചിട്ടുണ്ട്, അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് അവര് നേടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗവും കൈകാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാകുമ്പോൾ അതനുസരിച്ച് അവരത് ഡീൽ ചെയ്തോളും അല്ലെ? ഒരു അറിയില്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, എല്ലാ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് കിട്ടിയതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. രണ്ടാമത്തെ നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ ദ ഇന്റൻഷണൽ പർപ്പസസ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയർ ആൻഡ് റൂൾസ്. അടുത്തൊരു കാര്യം നോക്കിയേ, ഈ കംപ്രസ്ഡ് ഗ്യാസസ് ഓൺലി ഇന്റൻഷണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശപൂർവമായിട്ടുള്ള ഉപയോഗത്തിനാണ്. അതാണ് മനഃപൂർവ്വമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അത് നമുക്ക് ഇപ്പൊ എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാതെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ആ കറക്റ്റ് പ്രൊസീജിയർ റൂൾസ് അനുസരിച്ച് കൃത്യമായിട്ട് ഒരു ഉദ്ദേശപൂർവമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഈ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അദ്ദേഹമാണ്. വെറുതെ ആവശ്യമില്ലാതെയൊക്കെ എടുത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ടുള്ള പോളിസി, പ്രൊസീജിയർ, അതിന്റെ റൂൾസ് ഇതെല്ലാം അനുസൃതമായിട്ട് കൃത്യമായ കാര്യത്തിന് വേണ്ടി മാത്രമാണ് എന്താണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഉറപ്പുവരുത്തണം. അതിനു വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുള്ളൂ, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലേ? ഉദ്ദേശപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് നമ്മള് കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ് SBS അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഡേറ്റ ഷീറ്റ് ആ പേരിന് തന്നെ അറിയാലോ എന്താ? പല വസ്തുക്കള് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങള് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ചുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതാണ് സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. That is applicable emergency response plan ERP അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എമർജൻസി റെസ്പോൺസ് പ്ലാൻ ഓർ അതർ റിലവന്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിറ്ററേച്ചർ പുസ്തകങ്ങള് കാര്യങ്ങള് ഈസ് മേഡ് ക്വിക്കലി അവൈലബിൾ ടു സ്റ്റാഫ്, സ്റ്റാഫിന് എളുപ്പത്തിൽ ലഭ്യമാക്കണം. ഇപ്പൊ എന്താ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റെഫറൻസിനായിട്ട് അത് വേഗം വായിക്കാം. ഇപ്പൊ നമ്മൾ ഓരോ സാധനങ്ങളും പെട്ടെന്ന് കിട്ടാൻ പാകത്തിന്
നമ്മളെ ഇപ്പൊ നമ്മൾ ഓരോ എന്തെങ്കിലും പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ മാനുവലില്ലേ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചു നോക്കണം ശരിക്കും. അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ചെറിയ കാര്യമാണെങ്കിൽ എന്താ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് അത് ഇരിക്കുന്ന കാര്യമൊക്കെ ആ പണം മനസ്സൊക്കെ ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും മാനുവല്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഇതുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് എമർജൻസി റെസ്പോൺസ് പ്ലാന്, സേഫ്റ്റി ഡേറ്റ ഷീറ്റ്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്സ്റ്റുകൾ, ലിറ്ററേച്ചർ, പുസ്തകങ്ങൾ, കാര്യങ്ങളൊക്കെ അവർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കണം. എന്നാലല്ലേ അവർക്ക് അത് വായിക്കാനൊക്കെ പറ്റുള്ളൂ. അത് സ്റ്റാഫിന് അല്ലാതെ അതൊക്കെ കൊടുക്കാതെയാകുമ്പോ അവർക്ക് എങ്ങനെയാന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അത് സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയാ അത് അവർക്ക് ലഭ്യമാക്കണം. ഇനി അടുത്ത് നോക്കിയേ, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ എക്യുപ്മെന്റ്. ഇനി സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. PPE അവർക്കുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. അല്ലാതെ വെറുതെ നമ്മുടെ ഡ്രസ്സ് കൊണ്ടൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ അപകടങ്ങളൊക്കെ പറ്റാം. അതുകൊണ്ട് സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അടുത്ത് നോക്കിയ പ്രൊവൈഡ് ആക്റ്റീവ് സൂപ്പർവിഷൻ ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫാണ് കേട്ടോ, അതങ്ങനെയല്ലേ നോക്കിയ നിങ്ങളുടെ ആ സ്റ്റാഫിന്റെ മേൽനോട്ടം വഹിക്കണം. സ്റ്റാഫ് അല്ലാന്നാണോ റോങ് ആണോ? സ്റ്റാഫാണ് കേട്ടോ, STAF. എല്ലാ സ്റ്റാഫിനെയും അനുയോജ്യമായിട്ടുള്ള സൂപ്പർവിഷൻ നൽകണം. എല്ലാവരുടെയും ഒരു മേൽനോട്ടം വേണം. സൂപ്പർവൈസർ എന്ന പേര് അല്ലെ, അദ്ദേഹം എല്ലാവരെയും എല്ലാ സ്റ്റാഫിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. ഓവർസീസ് മേൽനോട്ടം വഹിക്കുക. ഓക്കെ, സൂപ്പർവിഷൻ നടത്തണം. ഇനി അടുത്ത് നോക്കിയേ, ensure staff visitors adhere to applicable occupational health and safety regulation for the use of compressed gases. കംപ്രസ്ഡ് ഗ്യാസസ് അത്ര മതി. അതായത് നമുക്ക് നോക്കിയേ, കംപ്രസ്ഡ് ഗ്യാസസ് അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നടപടികൾ, സേഫ്റ്റി റെഗുലേഷൻസ്, അതുപോലെ തന്നെ അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള കേട്ടോ. അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒക്യുപേഷണൽ തൊഴിൽപരമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ. അവരിപ്പോ ആ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതുമായിട്ട് അവരുടെ തൊഴിലാണ്, അത് ഒക്യുപേഷനാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് അത് എല്ലാ സ്റ്റാഫുകളും പാലിക്കുന്നുണ്ട്. സ്റ്റാഫും വിസിറ്റേഴ്സും എല്ലാവരും അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സൂപ്പർവൈസറാണ്. ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക. അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ എ റിക്കറൻസ്. ഇനി അടുത്തത്, ഇനി അവിടെ ഉണ്ടാകുന്ന, ഇപ്പൊ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളില്ലേ അതിന്റെ കാരണം കണ്ടെത്താനും, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, അപ്പൊ എന്ത് പോലാണ് ആ പ്രശ്നം ഉണ്ടായത്, അല്ലെ ആ സംഭവം എന്ത് പോലാണ് ഉണ്ടായത്, അതിന് കാരണം കണ്ടെത്താനും, അതിന്റെ ഡിറ്റർമിൻ ദ കോസ്, അതിന്റെ കാരണം എന്താണെന്ന് നിർണ്ണയിക്കാൻ, ആൻഡ് ഡെവലപ്പ്, എന്നിട്ട് അത് കാരണം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, കളി കെട്ടി ഇറങ്ങാതിരിക്കണോ, എന്നിട്ട് എന്താ ചെയ്യണ്ടേ, ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലിസൺ എ റിക്കറൻസ്, ആ സംഭവം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, അല്ലെ അങ്ങനെയുള്ള ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കണ്ടെത്തണം. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികൾ കണ്ടെത്തണം. പിന്നെ അടുത്ത നോക്കിയേ, കീപ് records relating to the handling and the use of compressed gases. അത്രയൊന്നും അണ്ടർലൈൻ ചെയ്താൽ മതി അവിടെ. Keep up appropriate record related to handling and the use of compressed gases. Compressed gases ഉപയോഗവും ഹാൻഡ്ലിംഗ് കൈകാര്യവുമായി ബന്ധപ്പെട്ട അനുയോജ്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. That includes, അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ, അപ് ടു ഡേറ്റ് ഇൻവെന്ററി, അപ് ടു ഡേറ്റ് ഓരോ ദിവസത്തെ കാര്യങ്ങള്, സ്റ്റോക്കാണ് ഇൻവെന്ററി എന്ന് പറഞ്ഞത്, ആ സ്റ്റോക്ക് കാര്യങ്ങള്, പിന്നെ ട്രെയിനിങ് റെക്കോർഡ്സ്, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്, ആൻഡ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന
ഈ കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗവും കൈകാര്യവുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഇത് ഇത്രയും വലിയ പോയിന്റ്സ് ആയിട്ട് ഫുൾ ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. ഒന്നാമത്തെ ഇതിന് നമുക്ക് ഇത് നോക്കാം. സ്പെസിഫിക് make sure that staff in their charge receive appropriate training. അത്രയും മതി. അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ രണ്ടാമത്തത് എന്താ പറഞ്ഞത്? make sure that compressed gas is used only for intentional purposes. അത്രയും മതി. ഉദ്ദേശപൂർവമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തതില് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, എമർജൻസി റെസ്പോൺസ് പ്ലാൻ, റിലവന്റ് ലിറ്ററേച്ചർ അവൈലബിൾ ആക്കുക. ക്വിക്ലി അവൈലബിൾ ടു സ്റ്റാഫ്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ചെറുതാണ്. പിന്നെ എല്ലാ സ്റ്റാഫിനെയും സൂപ്പർവിഷൻ ചെയ്യുക. പിന്നെ അടുത്ത ensure staff and visitors adhere to applicable occupational health and safety regulations. അത്രയും മതി. അവരത് പാലിക്കുന്നുണ്ട്, അനുയോജ്യമായിട്ടുള്ള സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ അവര് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Investigate reported incidents to determine the cause and develop appropriate preventive measures to lessen recurrence. ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് നോക്കിയാലും മതി. പിന്നെ അടുത്ത് കീപ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ്സ് നോക്കി വെച്ചാൽ മതി. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ലിസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട, ഇത് വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ലാസ്റ്റത്തേൽ അത്രയും നോക്കിയാലും മതി. കീപ് അറ്റ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ്സ് അനുയോജ്യമായിട്ടോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ കംപ്രസ്ഡ് ഗ്യാസസിന്റെ ഉപയോഗവും കൈകാര്യവുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ പോയിന്റ്സ് മനസ്സിൽ വരണം കേട്ടോ. അങ്ങനെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ പോയിന്റ് വൈസ് നിങ്ങൾക്ക് കിട്ടിക്കോളാം. അതായത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇനി അടുത്തതാണ് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ മാനിഫോൾഡ് സിസ്റ്റം രണ്ട് വശങ്ങളായിട്ട് ഈ സിലിണ്ടേഴ്സ് അടക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെ. ടു ബാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സെന്റൻസ് പഠിച്ചതാണ് മാനിഫോൾഡ് സിസ്റ്റം. അപ്പൊ മാനിഫോൾഡ് റൂമില് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ? ഒന്നാമത്തെ നോക്കിയേ. First time in the morning, he will make sure that all the cylinders in the manifold rooms are okay. ഈ പോയിന്റ് എന്നിട്ട് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് അറിയാലോ. മാനിഫോൾഡ് റൂമിലെ എല്ലാ സിലിണ്ടറും അതിന്റെ സേഫ്റ്റി അവര് ഉറപ്പുവരുത്തണം. എല്ലാരും ഓക്കെ ആണ്, റൂംസിലുള്ള എല്ലാ സിലിണ്ടറും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് മാനിഫോൾഡ് ഓപ്പറേറ്റർ. നേരെ കിടക്കണ്ട് രാവിലെ തന്നെ ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് ആദ്യം തന്നെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം മാനിഫോൾഡ് റൂമിലുള്ള സിലിണ്ടറുകളെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തണം. He will make sure that the cylinders in the manifold rooms are okay. അത്ര അണ്ടർലൈൻ ചെയ്ത മതിട്ടോ. ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്താ? He will open the number of cylinders to ensure the correct pressure in the pipeline. പൈപ്പ്ലൈനിലെ കറക്റ്റ് പ്രഷർ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. He will open. എന്തിനാ ഓപ്പൺ ചെയ്യാം? ചുമ്മാ നോക്കാനല്ല. എന്തിനാ? ഈ പൈപ്പ് ലൈനിലെ കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്താനായിട്ട് സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാം. He will open the number of cylinders. He will open the number of cylinders. അത്രയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റ്സേ ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയിന്റ്സ് അതറിയുള്ളൂ. അപ്പൊ സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. എന്തിനു വേണ്ടിയാ? അത് പൈപ്പ് ലൈനിന്റെ കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്താൻ. അത് നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. ബാക്കിട്ട് ഒന്ന് വായിച്ചിരിക്കും. അടുത്ത നോക്കിയേ. He will be using cylinder from one side of the manifold cylinder bank, right side or left side. Right side എന്നാട്ടോ. Right side അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ഇനി എങ്ങനെ വേണം സിലിണ്ടർ ഉപയോഗിക്കാൻ? വൺ സൈഡ് ഓഫ് ദ മാനിഫോൾഡ് സിലിണ്ടർ ബാങ്ക്. മാനിഫോൾഡ് സിലിണ്ടർ ബാങ്കിന്റെ ഒരു വശത്തു നിന്ന് വേണം സിലിണ്ടർ ഉപയോഗിക്കാൻ. ഒന്നുകിൽ റൈറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉപയോഗിക്കാം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇടയ്ക്കേന്ന് ഒന്ന് കയറി എടുക്കാൻ പാടില്ലാന്ന്. അപ്പൊ നമുക്കത് വേക്കന്റ് ആവുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പോണം ആണ്.
one side of the manifold cylinder bag. Manifold cylinder ബാഗിന്റെ ഒരു വശത്ത് നിന്ന് സിലിണ്ടർ ഉപയോഗിക്കണം. അടുത്ത നോക്കിയേ, the cylinders of the other side should be dispatched as soon as all the cylinders of that bags are empty. The dispatch എന്ന് വെച്ചാൽ അയക്കുക. അതായത് ഒരു വശത്താതില്ലേ അത് തീരുമ്പോഴേക്കും നമ്മൾ അത് ഫില്ല് ചെയ്യാനായിട്ട് തീർന്ന ഉടനെ തന്നെ അത് അയക്കണം എന്നാ പറഞ്ഞു. The cylinders of the other side should be dispatched. മറ്റുവശം അയക്കണം. എന്താ as soon as പെട്ടെന്ന് തന്നെ all the cylinders of that bags are empty. ആ വശത്തിലുള്ള സിലിണ്ടർ എംറ്റി ആകുമ്പോഴത്തേക്ക് തന്നെ അത് ഉടനെ തന്നെ അത് അയക്കണം. ഇത് ഫില്ല് ചെയ്യാനായിട്ട് അതായത് ഒരു വശത്ത് എടുത്ത് തീർന്നു, അപ്പൊ അടുത്ത വശത്തല്ല, അപ്പത്തേക്കും അവിടെ ഫില്ല് ചെയ്ത് വെക്കണ്ടേ. ആ തീർന്ന സൈഡ് അത് അവിടെ വേക്കന്റ് ആയിട്ട് തന്നെ ഇടാൻ പാടില്ല. അതായത് ആ ഒരു സിലിണ്ടർ ആ വശത്തെ സിലിണ്ടർ എംറ്റി ആകുമ്പോഴത്തേക്കും തന്നെ അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അയക്കാറുള്ളത്. പിന്നെ അടുത്ത് നോക്കിയേ, he will check all the cylinder for leakage using soap water mixer. അതൊന്നായിട്ടുള്ള ചെയ്തോട്ടോ. സിലിണ്ടറിന്റെ ലീക്കേജ് കണ്ടുപിടിക്കുന്നത് ഏതാണ്? സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് നോക്കിയോ, ചെക്ക് ദ സിലിണ്ടർ ഫോർ ലീക്കേജ്. ആ സിലിണ്ടറിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ട് ലീക്കേജ് ചെക്ക് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ, he will maintain a stock of needed instrument with him in the manifold room. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്താ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനിഫോൾഡ് റൂംസിലുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇപ്പൊ എന്തെങ്കിലും ഫോൾട്ട് വെച്ചിക്കഴിഞ്ഞാൽ ഉടനെ നന്നാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അയ്യോ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല. അതിന്റെ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും മാനിഫോൾഡ് റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. He will maintain a stock of needed instruments with him in the manifold room. മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടേഴ്സിന്റെയും എല്ലാ സിലിണ്ടർ മാത്രമല്ല എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നോക്കിയേ, ആഫ്റ്റർ ചെക്കിംഗ് മെനി റൂം he has to take a round of the hospital to see all the outlets by him. അപ്പൊ മാനിഫോൾഡ് റൂമിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി എല്ലാം നോക്കിയാക്കി. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. ഇനി എന്തും കൂടി ചെയ്യണം. he has to take a round the hospital. ഹോസ്പിറ്റലിന്റെ ചുറ്റുമൊക്കെ നോക്കണം. എന്തിനാ? to see all the outlets by him. എല്ലാ ഔട്ട്ലെറ്റും ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ. and to find out its exact functioning from staff appointed there. അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഫംഗ്ഷനിങ് ഒക്കെ കണ്ടെത്തണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് ഓക്കെ അല്ലേ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് അവിടെ അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫിൽ നിന്നും കണ്ടെത്തണം, കണ്ടുപിടിക്കണം. ഓക്കെ, എല്ലാ പോയിന്റ് ഓക്കെ അല്ലേ? ഇനി ആ റൂം ചെക്ക് ചെയ്തു, മാനിഫോൾഡ് റൂം ചെക്ക് ചെയ്തെല്ലാം ഓക്കെ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉടനടി തന്നെ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിന് ചുറ്റും അദ്ദേഹം നോക്കണം. അതായത് അവിടുത്തെ ഔട്ട്ലെറ്റുകളൊക്കെ ഓക്കെ ആണോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ ഇൻസ്ട്രുമെന്റ്സ് അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ പ്രവർത്തനങ്ങളും ഒക്കെ ഔട്ട്ലെറ്റ് കാര്യങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രവർത്തനം കണ്ടെത്തണം. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, he will repair or arrange to repair any deficiency in the outlet or in the pipeline that include main manifold room. മെയിൻ മാനിഫോൾഡ് റൂം ഉൾപ്പെടുന്ന പൈപ്പ് ലൈനിലോ ഔട്ട്ലെറ്റിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണ്, എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? he will repair, അദ്ദേഹം നന്നാക്കണം. അല്ലെങ്കിലോ അറേഞ്ച് ടു റിപ്പയർ, അല്ലെങ്കിൽ അത് നന്നാക്കാനുള്ള അറേഞ്ച്മെന്റ്സ് അദ്ദേഹം ചെയ്യണം. അവിടെ ലീക്കാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെ തന്നെ വെക്കാൻ പറ്റൂല. ഉടനടി തന്നെ റിപ്പയർ ചെയ്യണം. അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് റിപ്പയർ ചെയ്യാം. ഇനി അദ്ദേഹത്തിന് പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് അദ്ദേഹം ചെയ്യണം. He will repair or arrange to repair any deficiency. ഇനി എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ
in the outlet law or pipeline law. Okay, that includes manifold room. ഉൾപ്പെടെയുള്ള പൈപ്പ് ലൈനിലോ ഔട്ട്ലെറ്റിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ആ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് അദ്ദേഹം ചെയ്യണം. ഇനി നോക്കി അടുത്ത പോയിന്റ്, he will place order for refilling of the cylinders in consultation with the authorized officer. He will place order for refilling of the cylinder. ഇനി അദ്ദേഹം എന്ത് ചെയ്യണം, ആ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ, തീർന്നു പോയ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ നടത്താനുള്ള ഓർഡർ അദ്ദേഹം കൊടുക്കണം. എന്തുമായിട്ട്? ഈ കൺസൾട്ടേഷൻ വിത്ത് ദ ഓതറൈസ്ഡ്. അദ്ദേഹത്തിന് തന്നെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. ആരും കൺസൾട്ട് ചെയ്തിട്ട്? ഓതറൈസ്ഡ് ഓഫീസർ. അതിന് അധികാരമുള്ള ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സിലിണ്ടേഴ്സ് റീഫിൽ ചെയ്യാനുള്ള ഓർഡർ നൽകണം. അടുത്ത നോക്കിയേ, he will also look after nitrous cylinders in the operation theatre. ഇനി നൈട്രസ് സിലിണ്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം നോക്കണം. he will also look after the nitrous cylinders in the operation theatre. if there is no central supply, the central supply of gas അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? he will also make sure that supply of oxygen in other area without central pipeline. central pipeline ഇല്ലാത്ത മറ്റുള്ള ഏരിയയിൽ ഓക്സിജന്റെ സപ്ലൈ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത മറ്റുള്ള ഏരിയയിൽ ഓക്സിജന്റെ സപ്ലൈ ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. Okay, there is no central supply of gases. He will also make sure that the supply of oxygen in other area without the central pipeline. central pipeline ഇല്ലാത്ത മറ്റുള്ള ഏരിയകളിലും ഓക്സിജന്റെ സപ്ലൈ അദ്ദേഹം ഉറപ്പുവരുത്തണം. ഇനി അടുത്ത നോക്കിയ നെക്സ്റ്റ് പോയിന്റ്, he will also help OT technician, operation theatre technician-നെ ഹെൽപ്പ് ചെയ്യണം. എന്തിന്? in the maintenance of Boyle's machine. ബോയ്സ് മെഷീൻസ് പ്രവർത്തിപ്പിക്കാനായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യണം. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എക്യുപ്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ടോ ബോയ്സ് മെഷീന്? ഇല്ല. എന്താ ബോയ്സ് മെഷീൻ എന്ന് പറഞ്ഞ? അനസ്തെറ്റിക് വേപ്പർ കൊടുക്കുന്ന കേട്ടോ, അതിനകത്ത് ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, ബോയ്സ് മെഷീൻ is used to provide the anesthetic vapor for the patients. പേഷ്യൻസിന് anesthetic vapor കൊടുക്കുന്ന ഇതാണ് ബോയ്സ് മെഷീൻ. അപ്പൊ ബോയ്സ് മെഷീൻസ് ബോയ്സ് മെഷീൻസിന്റെ അത് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓൾട്ടറിംഗ് ചേഞ്ച് ചെയ്യുക. the ward cylinders is also his duty. വാർഡില് സിലിണ്ടർ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓൾട്ടറിംഗ് the ward cylinders is also duty. വാർഡില് സിലിണ്ടർ മാറ്റുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മാനിഫോൾഡ് ഓപ്പറേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്ത് നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ? all the major problems are to be brought to the administrator zone. ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, മേജർ പ്രോബ്ലംസ് ഉടനടി തന്നെ അത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അറിയിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അദ്ദേഹം മിണ്ടാതിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ ആരെ അറിയിക്കണം? അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കണം. all the major problems are brought to the administrator. അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പെട്ടെന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കണം. ഇതും ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഈ പോയിന്റ്സ് നിങ്ങൾ വായിച്ചു വെക്കുക. ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് manifold ഓപ്പറേറ്ററിന്റെ ആണോ എന്നുള്ളത്. നൈട്രസ് സിലിണ്ടർ പോയിന്റ് ഒന്നുകൂടി ഓക്കെ പറയാലോ? വായിച്ചു നോക്കിയേ നിങ്ങള്. പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, പോയിന്റ്സ് ഒന്ന് വായിച്ച് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കാം.
Boltz machine എന്ന് പറഞ്ഞാൽ Boltz machine is used to provide anesthetic vapor for patients. Anesthetic vapor for patients. എല്ലാ പോയിന്റ്സും പറയാം കേട്ടോ. ഞാൻ അതാ പറഞ്ഞത്, പെട്ടെന്ന് ഒന്നുകൂടി നമുക്ക് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം. അനസ്തെറ്റിക് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യൻസിന് അനസ്തെറ്റിക് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് Boltz machine എന്ന് പറയുന്നത്. അനസ്തെറ്റിക് പേപ്പറിന്റെ കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷനിലുള്ള മെഡിക്കൽ ഗ്യാസിന്റെ കൃത്യമായിട്ടുള്ള സപ്ലൈ നൽകുകയും സേഫ് ആയിട്ടുള്ള പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ള കറക്റ്റ് ഫ്ലോയിലും ഒക്കെ പേഷ്യൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് Boltz machine എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുള്ളൂ, അനസ്തെറ്റിക് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Anesthetic machine is used to provide the anesthetic paper for the patients. Boltz machine ആണ്. Anesthetic machine എന്ന് പറയണ്ട കേട്ടോ, അത് അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. Boltz machine or anesthetic machine, ANAESTHETIC, anesthetic machine. Anesthetic machine എന്ന് പറയണ്ട. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടിയിൽ ആദ്യം തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? മാനിഫോൾഡ് റൂംസിലുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ്, ഒരു തരത്തിലും പ്രശ്നമൊന്നുമില്ല, എല്ലാം പ്രോപ്പർ ആണ്, ഓക്കെ ആണ് എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തണം. ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്. അതാണ് ഫസ്റ്റ് ടൈമിന്റെ പോണിംഗ്. എന്താ ചെയ്തേ? മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ രണ്ടാമത്തെ പോയിന്റില് എന്താ പറഞ്ഞേക്കുന്നത്? പൈപ്പ് ലൈനിലെ ആ പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് ഉറപ്പുവരുത്താൻ, കറക്റ്റ് പ്രഷർ ആണോ, ആ പൈപ്പ് ലൈൻസിലെ കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്താനായിട്ട് ഈ സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള അധികാരവും അദ്ദേഹത്തിന് ഉണ്ട് എന്നാ പറയുന്നത്. He will open the number of സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാൻ. എന്തിന്? പൈപ്പ് ലൈനില് കറക്റ്റ് പ്രഷർ ഉറപ്പുവരുത്തുന്നതിന് സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അടുത്തത്, ഈ സിലിണ്ടർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഒരു വൺ സൈഡ് മാനിഫോൾഡ് സിലിണ്ടേഴ്സ് ബാങ്ക് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിന് ഒരു സൈഡിൽ നിന്ന് വേണം ഉപയോഗിക്കാൻ. അത് റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് ഉപയോഗിക്കാം. ഒരു സൈഡിൽ നിന്ന്, അല്ലാതെ ഇവിടെ നിന്ന് എടുത്തു ഇപ്പഴേന്ന് എടുത്തു അങ്ങനെ മാറരുത്. ഒരു ബാങ്ക്, ഒരു വശത്തെ എല്ലാം തീർക്കണം. അതാണ് ഒരു വശത്തെയാണ്. അതായത് അത് റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ ഇന്ന വശത്തുനിന്ന് തുടങ്ങണമെന്നില്ല. റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് എടുക്കാം. ഇനി അടുത്ത് നോക്കിയേ, അതുമായിട്ട് കണക്ട് ചെയ്താൽ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ ഒരു സൈഡിലെ ആ സിലിണ്ടേഴ്സ് എംപ്റ്റി ആക്കുമ്പോൾ നമ്മൾ ഉടനടി തന്നെ അത് അയക്കണം. ആ വശത്തെ സിലിണ്ടർ അയക്കണം, അത് ഫില്ല് ചെയ്യാനായിട്ട് അയക്കണം. അപ്പൊ നമുക്ക് ഈ വശത്തെ എടുക്കാലോ. അതാണ് നമ്മളത് ഡിസ്പാച്ച് ചെയ്യാനൊക്കെ അയക്കുക എന്നുള്ള മീനിങ് കേട്ടോ. ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ അയക്കുക. അപ്പൊ ആ ഒരു വശത്തെ നമ്മള് ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും ഉടനടി തന്നെ അത് അയക്കണം. പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത്, ഈ സിലിണ്ടറിന്റെ ലീക്കേജ് സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ട് ആ ലീക്ക് ചെക്ക് ചെയ്യണം. സിലിണ്ടറിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ച് അദ്ദേഹം ചെക്ക് ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ, ഈ മാനിഫോൾഡ് റൂമിലുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും, ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാ ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണം. മാനിഫോൾഡ് റൂമില് ഉള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പെട്ടെന്ന് ഏതെങ്കിലും എടുക്കാൻ ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരരുത്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും, അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി
അടുത്ത പോയിന്റില് അദ്ദേഹം അപ്പൊ റൂമിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഔട്ട്ലെറ്റുകൾ, ഹോസ്പിറ്റലിന്റെ പുറത്തൊന്ന് റൗണ്ട്സ് നടത്തണം. അവിടെ ഔട്ട്ലെറ്റുകൾ പരിശോധിക്കണം. എന്നിട്ട് അവിടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളില്ലേ, അവരിൽ നിന്നും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഫങ്ഷനിങ് അദ്ദേഹം കണ്ടെത്തണം. To find out its exact functioning from the staff appointed there. അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫിൽ നിന്ന് അതിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തണം. ഇനി അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, മെയിൻ മാനിഫോൾഡ് റൂമിൽ ഉൾപ്പെടെയുള്ള ദാറ്റ് ഇൻക്ലൂഡ്സ്, അത് ഉൾപ്പെടെയുള്ള പൈപ്പ് ലൈനിലോ ഔട്ട്ലെറ്റിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ അദ്ദേഹം റിപ്പയർ ചെയ്യണം. ഇനി അദ്ദേഹത്തിന് റിപ്പയർ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല, അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഉടനെ തന്നെ അത് ആ റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ഒന്നുകിൽ അദ്ദേഹത്തിന് തന്നെ അത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. പിന്നെ അടുത്തത്, നമ്മൾ സിലിണ്ടർ തീർന്നു കഴിയുമ്പോൾ കാര്യം പറഞ്ഞില്ല, അത് റീഫില്ല് ചെയ്യാനായിട്ട് അതിന്റെ ഓർഡർ കൊടുക്കാനായിട്ട് അതിന് അംഗീകൃതമായിട്ടുള്ള ആളുകൾ, ഓതറൈസ്ഡ് ഓഫീസർ, അതിന് അനുമതിയുള്ള ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ആ സിലിണ്ടർ റീഫില്ല് ചെയ്യാനുള്ള ഓർഡർ അദ്ദേഹത്തിന് കൊടുക്കാം. തന്നെ സ്വന്തം ഇഷ്ടത്തിൽ കൊടുക്കാൻ പാടില്ല, ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിന് അനുമതിയുള്ള അംഗീകാരമുള്ള ഓഫീസറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഓർഡർ കൊടുക്കാം. പിന്നെ അടുത്ത പോയിന്റ് എന്നോട് ചോദിച്ചതാണ്, നോക്കിയേണ്ട, he will also look after the nitrous cylinders in the operation theater. ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞില്ലേ, നൈട്രസ് സിലിണ്ടേഴ്സ് എന്തിനാ അനലജിസ്റ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചില്ലേ, ആ സംഭവം അത് അവിടെ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം നോക്കണം. He will also look after, എന്ത് പരിശോധിക്കണം? നൈട്രസ് സിലിണ്ടേഴ്സ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് സിലിണ്ടേഴ്സ്, നൈട്രസ് ഓക്സൈഡ് നമ്മൾ പഠിച്ച കാര്യം, അതാ ഇല്ലേന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതെന്താ നോക്കണം. പിന്നെ എന്താ, if there is no central supply of gases, ഇനി അതായത് ഗ്യാസിന്റെ, അതായത് ഓക്സിജൻ അങ്ങനെയുള്ള ഗ്യാസുകളുടെ ഒക്കെ ആ സപ്ലൈ അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? he will also make sure that the supply of oxygen in other area without central pipeline. അപ്പൊ നമ്മൾ ആ central supply, if there is no central supply of gases, അപ്പൊ ആ ഗ്യാസിന്റെ ആ സപ്ലൈ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് എല്ലാ നൈട്രസ് സിലിണ്ടേഴ്സ് അവിടെ ഇല്ലേ എന്നുള്ള കാര്യം, അവിടെ സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ ഞാൻ ആ കോമീറ്റ് അവിടെ കൊടുത്തേക്കണേ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോ നിങ്ങൾ, അവിടെ സപ്ലൈ ഓഫ് ഗ്യാസസ് അത് ഫുൾ സ്റ്റോപ്പ് ഇടുക, എന്നിട്ട് ഒറ്റയായിട്ട് അത് വായിച്ചു നോക്കിയേ. അവിടെ ആ ഗ്യാസിന്റെ, അതായത് നൈട്രസ് ഓക്സൈഡിന്റെ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ നൈട്രസ് ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ അവിടെ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നൈട്രസ് സിലിണ്ടേഴ്സ് അതുണ്ട് എന്നുള്ളത് അദ്ദേഹം നോക്കണം. ലുക്ക് ആഫ്റ്റർ, അദ്ദേഹം നോക്കണം അത്. ഇനി പിന്നെ അതുപോലെ ഓക്സിജന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഏരിയ ഉണ്ടെങ്കിൽ അവിടെ ഓക്സിജന്റെ സപ്ലൈ അദ്ദേഹം ഉറപ്പുവരുത്തണം. രണ്ട് കാര്യം നോക്കണം അവര്. രണ്ട് പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞിരുന്നത്. നൈട്രസ് ഓക്സൈഡ് അതിന്റെ സപ്ലൈ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്യണം, ഈ സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്താ, അതുപോലെ തന്നെ ഓക്സിജനും അതുപോലെ തന്നെ അവിടെ സെൻട്രൽ പൈപ്പ് ലൈനില് ഓക്സിജൻ സപ്ലൈ ഇല്ല, ഇല്ലാത്ത ഏരിയയിലും എന്ത് വേണം? ഓക്സിജൻ ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് ക്ലിയർ ആയോ? ചോദിച്ചാക്ക് അവിടെ ഒരു ഗ്യാസ് എന്നുള്ളത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോന്ന് അറിയില്ല, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട്. അപ്പൊ രണ്ട് പോയിന്റ് ആയിട്ട് നമുക്കത് പറയാം. ഓക്സിജന്റെ നൈട്രസ് സപ്ലൈ അത് അദ്ദേഹം ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇനി പിന്നെ അടുത്തത്, OT ടെക്നീഷ്യനെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യണം. എന്തിനു വേണ്ടി? വോയിസ് മെഷീൻ മെയിൻ്റെനൻസ് ഓഫ് വോയിസ് മെഷീൻ. OT ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ സിലിണ്ടറില് ഈ വാർഡിലെ സിലിണ്ടേഴ്സ് മാറ്റുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓൾട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, ഓൾട്ടറിംഗ് ദ വാർഡ് സിലിണ്ടേഴ്സ്. പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. ക്ലിയർ ആയോ നോക്കി? ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാ പ്രശ്നങ്ങളും അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ അത് നിങ്ങളെ വലിയ ഇത് വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റിയിലൊക്കെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് വേണ്ടി ഒന്നാമത്തെ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. You will make sure that all the cylinders of the manifold rooms are okay. അങ്ങനെ ഏതെങ്കിലും പോയിന്റ്സ് അഥവാ കാര്യമാണെന്നിട്ട് ആർക്കുടെ ഡ്യൂട്ടി ആണെന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കി വെച്ചേക്കാം. പിന്നെ സിലിണ്ടർ മാറ്റുന്ന കാര്യം അതും ഒക്കെ ഒന്ന് നോക്കിയോട്ടെ. ആ പോയിന്റ് വാട്ടറിംഗ് ദ വാൾസ് സിലിണ്ടേഴ്സ് ഈസ് ഓൾസോ ഡ്യൂട്ടി എന്നുള്ളത് അതൊക്കെ നോക്കി. അപ്പൊ ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഗ്യാസ് എന്നുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന എളുപ്പമുള്ള ചാപ്റ്റർ ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചോ? തേർഡ് മൊഡ്യൂളില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തേർഡ് മൊഡ്യൂളില്. യെസ്, ഓക്കെ. അതിന്റെ ഒരു ഏകദേശം ഒരു കണ്ടിന്യൂസ് പോലെ വരുന്നതാണ് ഇത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റെസ്പോൺസിബിലിറ്റീസ് എത്രയാണ്? പേജ് നമ്പർ 94 ആണോ? എന്റെ ഞാനിവിടെ ഷെയർ ചെയ്തേക്കണേ, ഇത് നോക്കണ്ട. 94 തന്നെയാണോ? എളുപ്പമുള്ള ചാപ്റ്റർ. अच्छा ये सब മുന്നിലുള്ള ചാപ്റ്റർ ഏതാണോ? ആ ഞാൻ തന്നെയാണല്ലോ എടുത്തേ. ഇത് പല ക്ലാസ്സിലൊക്കെ കേറണേ. നിങ്ങൾക്ക് ഞാൻ തന്നെയാണോ എടുത്തേ? ആ ഓക്കെ, പിന്നെ കുഴപ്പമില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ നമുക്ക് നോക്കട്ടെ പിള്ളേരെ എവിടെയൊക്കെ നോക്കട്ടെ. ഇൻഡെക്സ് ഉണ്ടോ നോക്കട്ടെ. ഇൻഡെക്സ് പെട്ടെന്ന് എടുക്കാം. ഓക്കെ. ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി 115 ആണ് കിടക്കുന്നത്. 113 ആണ്. പല ക്ലാസ്സിലൊക്കെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും അല്ല, ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ എടുക്കണേ. അപ്പൊ അവിടെ വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. ഓരോ ക്ലാസ്സിലും എല്ലാ ചാപ്റ്ററും കുറച്ച് മിസ്സുമാര് അവിടെ ഇപ്പൊ ഈ നിങ്ങളുടെ ഈ ബാച്ചിന്റെ ഇപ്പൊ മിസ്സുമാരല്ല, അടുത്ത ബാച്ചിലേക്ക് ചിലപ്പോ കോമ്പോ വരുന്നത് ഞങ്ങക്ക് കോയായിട്ട് വരുന്നതൊക്കെ. അപ്പൊ അവിടെ വേറെ ടീച്ചർമാരൊക്കെ ആയിരിക്കും. 10-13ഓളം ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ മാറി മാറിയിട്ട് കയറുമ്പോ ചിലപ്പോ ഈ ചാപ്റ്റർ തന്നെയാണെന്നില്ല നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കില്ല പല ക്ലാസ്സിൽ കയറണോണ്ട് ഇപ്പൊ ഞാൻ തന്നെയാണോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അത് നമ്മള് ബേസിക് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒരു PG-യില് ഞാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പല ബാച്ച് വരുമ്പോ ചില ബാച്ചിന് ഞാനില്ല. PG 4-ലുണ്ട്, PG 2-ല് അങ്ങനെയൊക്കെ. ഇനിയിപ്പൊ അടുത്ത ബാച്ചിലേക്ക് ഇനി ഇപ്പൊ തുടങ്ങാൻ പോണ ബാച്ചിലുണ്ട്. അത് ടൈം ടേബിൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ചിലപ്പോ നെക്സ്റ്റ് ബാച്ചിന് ഉണ്ടാവണമെന്നില്ല. അതും ഈ പറഞ്ഞാലേ ഏതൊക്കെ ബാച്ചിലാണ് കയറുന്നത് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രീ ആവണതിനനുസരിച്ചാണ് നമുക്ക് ഒരു ബാച്ച് കഴിയുമ്പോൾ അപ്പൊ ആ ടീച്ചേഴ്സ് ഫ്രീ ആവുമല്ലോ. അപ്പൊ ചിലപ്പോ അടുത്ത ബാച്ചിലേക്ക് ചിലപ്പോ ഉണ്ടാവുള്ളൂ. എല്ലാ പേജിലും ഞാനില്ല. ഇപ്പൊ ഇനിയിപ്പൊ തുടങ്ങാൻ പോണ പേജിലുണ്ട്. അതിലേക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങളെ ഇനിയിപ്പൊ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. ഓക്കെ, കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ കാണാലോ. നിങ്ങൾക്ക് ഏത് ബീച്ചിലോന്ന് അറിയില്ല. ഓക്കെ, എന്റെ മൊഡ്യൂൾ 4 ഇല്ല, ഫിനിഷ് ആയിട്ടില്ല. ഇനി അവിടെ ഒരു ചാപ്റ്റർ, ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇച്ചിരി ഉണ്ട്, അതുകൊണ്ട് ഇത് കുഞ്ഞു ചാപ്റ്റർ. ഇതും കൂടി അവിടെ തീർന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് എടുക്കാലോ. പിന്നെ അവിടെ ഏതെങ്കിലും ടീച്ചർമാർക്കൂടെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പൊ ഏതെങ്കിലും നമ്മുടെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് വേഗം തീർന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ മെഡിക്കൽ ഇൻഷുറൻസ് ഇത് കഴിഞ്ഞിട്ട് അതെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാലൻസിങ് പാർട്ടി അവിടെ പെൻഡിങ് അവിടെ നിൽക്കണേന്ന് വെച്ചാൽ അതെടുക്കും. എന്തായാലും ഇത് മുഴുവനും തീർക്കുന്നത് നമ്മുടെ നിങ്ങളുടെ ക്ലാസ്സിൽ കയറുന്ന എല്ലാ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയണേ. അപ്പൊ അത് ആർക്കാണ്
തീരാത്തതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഇത്രയും ചാപ്റ്ററുകൾ എടുക്കണമെന്ന് തന്നിട്ടുണ്ട്. ടൈം ടേബിളിന്റെ ഒപ്പം തന്നെ ചാപ്റ്റേഴ്സ് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. അപ്പൊ അത് തീർന്നതിന് ശേഷം ഇനി ആർക്കറിയാന്ന് വെച്ചാൽ ബാലൻസ് അവിടെ നിൽക്കുന്നത് എടുക്കും. എല്ലാവരും എല്ലാ ചാപ്റ്ററും എടുക്കണം എന്തായാലും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ വേറെ ബാച്ചിൽ ഈ ചാപ്റ്റേഴ്സ് ഒന്നും അല്ല എടുക്കണത്. ഓക്കെ, എന്തായാലും നമുക്ക് അത് കുഴപ്പമില്ല. ഇത്തിരി കൂടി വലിയതാണ് ചാപ്റ്റർ, കുറച്ചുകൂടി അത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒതുക്കി വെച്ചതാ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച. ഓക്കെ, ഇത് പെട്ടെന്ന് പഠിച്ചു പോകാവുന്നേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒറ്റ സെന്റൻസ് പറഞ്ഞ് എന്താ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി? ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റുമോ? അപ്പത്തേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും പോർഷൻസ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, എന്താ ഒറ്റ ഒരു സെന്റൻസ് മൊത്തത്തിൽ നമുക്ക് ഒറ്റ ഇതിനകത്ത് പറയുകയാണെങ്കിൽ എന്ത് പറയാം? റെസ്പോൺസിബിലിറ്റി. ഒരു ഹോസ്പിറ്റൽ ഗുഡ് സർവീസ് കിട്ടുന്നുണ്ടോ? കോർഡിനേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്യണം, പേഷ്യൻസിനെ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ സെന്റൻസ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യുന്നത്? ഓവറോൾ റെസ്പോൺസിബിലിറ്റി, അല്ലേ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഒരു കുഞ്ഞു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പോരാ. ഇപ്പൊ ഡോക്ടറിനാണെങ്കിൽ വരുന്ന പേഷ്യൻസിനെ നോക്കുക, കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുക, മരുന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു ഡ്യൂട്ടി ചെയ്താൽ മതി. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതാണ് ഒറ്റ സെന്റൻസ് പറയാം നമുക്ക്. ഓവറോൾ റെസ്പോൺസിബിലിറ്റി, ആ ഹോസ്പിറ്റലിലെ മൊത്തം കാര്യങ്ങള്, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. ഇനി നോക്കി, അപ്പൊ അത് വലിയൊരു ടാസ്ക് ആണല്ലേ അദ്ദേഹം ചെയ്യണത് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഓവറോൾ മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ്. Non-clinical jobs are necessary for a multitude of departments in a hospital or other health center. അല്ലെ? അതായത് നോൺ ക്ലിനിക്കൽ ജോബ്സ് അവിടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ മാത്രം മതിയോ അവിടെ? ആണോ? അത് മാത്രം പോരാ. അവിടെ അതിന്റെ ഒപ്പം തന്നെ നോൺ ക്ലിനിക്കൽ ചികിത്സ അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി, അതും അത്യാവശ്യമാണ്. For the multitude of department in a hospital or health care center, like health care hospital അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിലുള്ള ഒക്കെ നമ്മൾ അവിടെ ഈ നോൺ ക്ലിനിക്കൽ ജോബ് അത്യാവശ്യമാണ്. This administrative role could see you working in different department in the hospital. ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് നമുക്ക് കാണാൻ പറ്റും. നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് നമുക്ക് കാണാൻ പറ്റും. Could see you working in different department in a hospital. ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ഈ നോൺ ക്ലിനിക്കൽ ജോബ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് കാണാൻ പറ്റും. ഇനി ഇവിടെ നോക്കിയേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്. Hospital administrators play an important role in overseeing the operation and management of a health care facility. Underline ചെയ്തോ, dash play an important role. അപ്പൊ തന്നെ നമുക്ക് എഴുതാം. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. കുറേ ക്വസ്റ്റ്യന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻസർ തന്നെ. ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ ചോദിച്ചാലും നമുക്ക് അവിടെ എഴുതാനുള്ള ഒരു ആൻസറേ ഉള്ളൂ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആൻസർ നമുക്കറിയാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചാൽ മതി അവിടെ. ഓക്കെ, നമുക്ക് ആൻസർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒന്നാമത്തെ നോക്കിയാൽ ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് ദ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം, അതുപോലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യവും എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടവും എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട റോള് ആര് ചെയ്യുന്നതാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്തോ.
their responsibility typically consists of. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞല്ലോ കുറെ ഓവറോൾ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്? ഈ പോയിന്റ്സിൽ ആ ബോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ ബോൾഡ് ചെയ്ത് വെച്ചേക്കണേ എത്രയാ? 10 പോയിന്റ്സ് ഉണ്ട്. ആ 10 പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ ഇൻക്ലൂഡ് ചെയ്യണോ അല്ലയോ എന്നൊക്കെ ചോദിക്കാം. 10 എണ്ണേ ഉള്ളൂ കേട്ടോ. 11ാമത്തെ ഒരു നമ്പർ അവിടെ വെച്ചിട്ടുണ്ട്, അത് അതിന്റെ ആവശ്യമില്ല. അതൊരു കൺക്ലൂഡ് ചെയ്തുപോലെ പറഞ്ഞിരിക്കുന്നതാണ്. 10 പോയിന്റ്സും പഠിച്ചു വെക്കണം. അത് നമ്മള് മറ്റേ മെഡിക്കൽ ഗ്യാസിന്റെ ഒക്കെ പഠിച്ചില്ലേ? ആ കോഡൊക്കെ അതുപോലെ നോക്കാം, ഓരോന്ന് പഠിക്കുമ്പോ നോക്കാം. എന്നിട്ട് 10 എണ്ണത്തിൽ എത്തുമ്പോ നമുക്ക് എല്ലാരും പറയാൻ കിട്ടുമല്ലോ, ഒന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇത് കാലത്തിന് ഒരു പ്ലാനിങ് വേണം അല്ലെ? എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പോലെ എങ്ങനെ? തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. വെറുതെ ഒരു പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ലോസ് ഒക്കെ സംഭവിക്കാം. എങ്ങനെ വേണം? സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. ഓക്കെ. Hospital administrators are accountable for developing long-term strategic and goals for the hospital. Underline ചെയ്തോ? They are accountable. Answer അറിയാലോ? ആരാണ്? Hospital administrators. Okay. Hospital administrators are accountable. ആർക്കുള്ള ഉത്തരവാദിത്തമുണ്ട്? ഹോസ്പിറ്റലിലെ ദീർഘകാല തന്ത്രങ്ങള്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങള്, ഇതൊക്കെ വികസിപ്പിക്കാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള, ഹോസ്പിറ്റലിന് വേണ്ടി ഫോർ ദ ഹോസ്പിറ്റൽ. കണ്ടോ? ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ദീർഘപരമായിട്ടുള്ള തന്ത്രങ്ങള്, ഗോൾസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. Then this consists of analyzing market trend, identifying area for improvement, and devising plans to improve the hospital services and operation. അപ്പൊ strategic planning വരുന്ന ഏതൊക്കെയാ? അനലൈസ് മാർക്കറ്റ് ട്രെൻഡ്സ്. മാർക്കറ്റ് ട്രെൻഡുകൾ അനലൈസ് ചെയ്യുക. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണ്? മാർക്കറ്റ് ട്രെൻഡുകൾ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. പിന്നെ ഐഡന്റിഫൈങ് ദ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. ഏത് ഏരിയ ആണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്? ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഏരിയ ഏതാണെന്ന് തിരിച്ചറിയുക. കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയ ഏതാണ്? അത് തിരിച്ചറിയുക. ആൻഡ് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ. ഡിവൈസിംഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ള മീനിങ് ആട്ടോ. അത് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്. എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ സേവനങ്ങള്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള പ്ലാനുകള് ആസൂത്രണം ചെയ്യുക. ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്. ആസൂത്രണം ചെയ്യുക. അതൊക്കെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വരുന്നതാണ്. 3 കാര്യങ്ങളുണ്ട്. അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്, ഐഡന്റിഫൈ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്, ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻസ്. ഇനി രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. രണ്ടാമത് എന്താ? സാമ്പത്തികപരമായിട്ട് കുറെ പൈസയൊക്കെ വരുന്നുണ്ടല്ലേ ഹോസ്പിറ്റല്, അല്ലെ? ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ചെലവും വരുന്നുണ്ട്, അതുപോലെ ഇൻകം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. രണ്ടാമത്തെ ഫംഗ്ഷൻ റെസ്പോൺസിബിലിറ്റി ആട്ടോ. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. അണ്ടർലൈൻ ചെയ്തോ? എല്ലാത്തിന്റെയും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഓരോന്ന് പറയുമ്പോ ചെയ്യാട്ടോ. Dash supervise the hospital budgeting and financial operations. ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിങ്ങള്, സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. They work daily with the finance teams to monitor revenue, control expenses, distribute resources in an effective manner, and ensure the financial firmness. Firmness എന്ന് പറഞ്ഞാൽ ദൃഢത, ഉറപ്പുവരുത്തുക. ദൃഢത ഉറപ്പുവരുത്തുന്നു of the organization. ഇനി എന്തൊക്കെ കാര്യങ്ങളാ? അവര് വർക്ക് നീലി തീക്ഷ്ണമായി, നീലി എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായിട്ട് വർക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ടീമുമായിട്ട് കൂടി നല്ല തീവ്രമായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടി? ടു മോണിറ്റർ റവന്യൂ. അവിടുത്തെ വരുമാനം മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാൻ, എക്സ്പെൻസുകളെ, ചെലവുകളെ കൺട്രോൾ ചെയ്യാൻ, റിസോഴ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഫലപ്രദമായ രീതിയിൽ റിസോഴ്സുകള് എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വിതരണം ചെയ്യാൻ. And ensure the financial firmness of the organization. ആ സ്ഥാപനത്തിന്റെ, ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള ദൃഢത ഉറപ്പുവരുത്താൻ.
അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാരും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതും കൂടി ആ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. They work mainly with the finance team, monitor revenue, control expenses, distribute resources in an effective manner, and ensure financial firmness of the organization. Financial firmness, ദൃഢത ഉറപ്പുവരുത്താനൊക്കെ ആയിട്ട് ആരുമായിട്ട്? ഫിനാൻസ് ടീമുമായിട്ട് തീക്ഷ്ണമായിട്ട് അവര് വർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താ? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികളാണ്, ഹോസ്പിറ്റലിന്റെ പോളിസികളെ വികസിപ്പിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. Hospital administrators set up policies and procedure to conduct the operations of the facility. ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങളെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ, പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്, that set up policies and procedure to conduct the operations of the facility. എളുപ്പമില്ലേ? ആൻസർ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചതല്ലേ? ക്വസ്റ്റ്യൻ മാത്രം എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ പോരെ. എന്റെ എളുപ്പമല്ലേ? മറ്റേ നമ്മൾ ആൻസർ പഠിക്കണം. ഇതിൽ ആൻസർ പഠിക്കണ്ട, ആൻസർ അവിടെ ഉണ്ട്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ആൻസറാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എല്ലാ പോളിസി പ്രൊസീജിയറുകള് ഹോസ്പിറ്റലിലെ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങളെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോളിസി പ്രൊസീജിയറുകളൊക്കെ സെറ്റ് ചെയ്യേണ്ട ആളാരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. സെറ്റ് അപ്പ് ദ പോളിസി ആൻഡ് പ്രൊസീജിയർ. പിന്നെ they ensure compliances പാലിക്കുക with the legal and regulatory needs, encourage patient safety and maintain ethical standard within the hospital. അവര് നെക്സ്റ്റ് they ensure compliances with the legal and regulatory needs. നിയമപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ഉറപ്പുവരുത്തുക, കംപ്ലൈൻസസ് പാലിക്കുക. ലീഗൽ ആയിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സുരക്ഷ അതിനെ പ്രോത്സാഹിപ്പിക്കണം. Encourage patient safety and maintain ethical standards within the hospital. ഹോസ്പിറ്റലിലെ ethical standards നിലനിർത്തുക. ഹോസ്പിറ്റലിലെ ethical standards നിലനിർത്തുക. ഇതൊക്കെ നമുക്ക് ഏകദേശം വായിക്കുമ്പോൾ അറിയാം അല്ലേ? ആരുടെയാണ് റെസ്പോൺസിബിലിറ്റി? ഡോക്ടറിന്റെ ആണോ? അല്ല. നേഴ്സിന്റെ ആണോ? അല്ല. ഫാർമസിസ്റ്റിന്റെ ആണോ? അല്ല. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട എല്ലാ മിക്ക കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്ററുടെയാണ്. നമുക്ക് ഏകദേശം ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്റെ ഒരു ഇത് കിട്ടും. ക്വസ്റ്റ്യൻസ് നോക്കി ആൻസറും കൂടി നോക്കാം. 3 ഒന്നാമത്തെ ഏതായിരുന്നു? നോർത്തോക്കെ സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. രണ്ടാമത്തെ എന്താണ്? ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ കൈകാര്യം. പിന്നെ അടുത്ത് എന്താണ്? ഹോസ്പിറ്റലിന്റെ പോളിസികൾ വികസിപ്പിക്കുകയും അത് കറക്റ്റായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് ആരാണ്? പഠിച്ചിട്ടുണ്ടല്ലോ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 3rd മൊഡ്യൂളില്. അതിനെ മിസ്സാണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ പവർ, അവിടുത്തെ സ്റ്റാഫുകള്. അതൊരു വലിയ കാര്യല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ മനുഷ്യന്മാരെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെ? എല്ലാ സ്റ്റാഫിനെയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടില് 2 മക്കളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ എന്ത് പാടാ അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ഫുള്ള് സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറ കാര്യമൊന്നുമില്ല. ബാക്കിയൊക്കെ എന്തെങ്കിലും ചെയ്യാം. ആളുകളുടെ മനസ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ടിരിക്കും. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. അണ്ടർലൈൻ ചെയ്തേ. സ്റ്റാഫിന്റെ ആവശ്യകത, അവരുടെ റിക്വയർമെന്റ്സ്, ആവശ്യകത, അവരുടെ നിയമനം. ഹയറിംഗ് എന്ന് വെച്ചാൽ നിയമിക്കുക എന്നാട്ടോ. അവരെ നിയമിക്കുന്നത്. ആൻഡ് ട്രെയിനിങ്, അവർക്ക് വേണ്ട പരിശീലനം സ്റ്റാഫ് മെമ്പേഴ്സിന്റെ. ഇതിന്റെയൊക്കെ മേൽനോട്ടം ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
That supervise the requirement, hiring and training of staff members. Simple ആയിട്ട് എടുക്കുന്ന question. First sentence underline ചെയ്യുക. Then produce and maintain a positive work environment. ഇതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം, ഗുഡ് അറ്റ്മോസ്ഫിയർ അല്ലെ, നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് അവര് മെയിൻറ്റെയിൻ ചെയ്യണം. Implement performance estimation system, handle employee relations, and addressing staff requirements. സ്റ്റാഫിന്റെ ആവശ്യകതകളൊക്കെ അഡ്രസ് ചെയ്യാം. And to ensure adequate coverage and optimal staff level. അത്തരമുള്ള കവറേജ്, ഒപ്റ്റിമൽ മിനിമം സ്റ്റാഫ് ലെവൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് പറഞ്ഞ ഒരു നല്ലൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കുക, അത് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, അവരുടെ പ്രകടനങ്ങളെ വിലയിരുത്തുക, ജീവനക്കാരുടെ അവരുടെ റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നു, മതിയായിട്ടുള്ള കവറേജുകൾ, അവർക്ക് വേണ്ട എല്ലാ കവറേജുകൾ, ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽ അല്ലെ. ഇപ്പൊ ഒരു ഇതിനകത്ത് സെക്ഷനിൽ 10 പേരെ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസ്, അതാ മിനിമം വേണം. 20 എണ്ണം വേണ്ട, എന്നാ 5 എണ്ണം ആയാലും പറ്റൂല. അതാണ് ഓരോന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട കവറേജുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സ്റ്റാഫിന്റെ ആവശ്യകതകള് ഇതൊക്കെ പാലിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 പോയിന്റ്സ് പറഞ്ഞു. 4 പോയിന്റ്സിന്റെ ഫസ്റ്റ് സെന്റൻസ് ഡാഷിട്ട് ചോദിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ബാക്കിക്ക് നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? അമ്മമാരൊക്കെ ആണോ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കയറിയത്? ഓക്കെ.